സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇങ്ങനെ മഴപ്പെയ്ത്ത് തുടരുകയാണ്. ഒരുപാട് പ്രേക്ഷകർ മെസ്സേജുകൾ അയക്കുന്നുണ്ട്, സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. കോട്ടയത്ത് പാലായിൽ വലിയ മഴയാണ്, വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നു എന്ന് പറയുന്നു. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടോ, പുഴയിൽ ജലനിരപ്പ് എവിടെയെങ്കിലും ഉയരുന്നുണ്ടോ എന്ന് സംശയങ്ങളും ചോദിക്കുന്നുണ്ട് നിരവധി പേർ. കൊച്ചി കണ്ടെയ്നർ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വീടുകളിലേക്ക് മഴവെള്ളം കയറി. നിരണം പഞ്ചായത്തിൽ 20ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി. പ്രദേശത്ത് റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന വാർത്ത വരുന്നു. കണ്ണമാലി സൗദി പള്ളിക്ക് സമീപം വള്ളം മുങ്ങി 3 പേരെ രക്ഷപ്പെടുത്തിയെന്ന വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ഒരാളെ കാണാതായിട്ടുണ്ട്. തെരച്ചിൽ തുടരുന്നു. അങ്ങനെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വീട്ടിൽ വെള്ളം കയറി എന്ന വാർത്ത ശ്യാം കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ വള്ളം മറിഞ്ഞു, മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയെന്ന വാർത്ത വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പല പ്രദേശങ്ങളിലും പല ജില്ലകളിലും വലിയ രീതിയിലുള്ള മഴ തുടരുകയാണ്. കോട്ടയത്തു നിന്നിപ്പോൾ ജോബി ചേരുന്നുണ്ട്. ജോബി, കോട്ടയത്ത് നിന്ന് നമ്മുടെ ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, നിരവധി സന്ദേശങ്ങൾ നമുക്ക് വരുന്നുണ്ട്. കോട്ടയത്ത് പലയിടങ്ങളിലായിട്ട് വലിയ മഴയാണ്, ഗതാഗത കുരുക്കുണ്ട് പല സ്ഥലത്തും എന്ന് പറയുന്നു. ടോബി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്നുള്ള വിവരം എന്താണ്? വലിയ മഴ ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനെ പോലെയല്ല, അതിലും രൂക്ഷമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ പോലും ഇത്രയും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കോട്ടയം ജില്ലയിൽ പെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചവിട്ടുവേരി മേഖലയിലാണ്, സംക്രാന്തി ഭാഗത്താണ്. അവിടെ നമുക്ക് കാണാം വഴിയിൽ MC റോഡാണിത്. MC റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു. ഈ ഒരു അവസ്ഥ പല സ്ഥലങ്ങളിലുമുണ്ട്. എടുത്തു പറയേണ്ടത് പെരുവ, കാണക്കാരി, അതുപോലെ തന്നെ കുറുപ്പന്തറ, ഒപ്പം തന്നെ വെമ്പള്ളി, അതുപോലെ തന്നെ പാലയിലൊക്കെ വലിയ വെള്ളക്കെട്ട് വഴികളിലൊക്കെ ഉണ്ട്. മുത്തോലി ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. പെരുവ ജംഗ്ഷനിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വഴിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. കുറുപ്പന്തറ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ കോട്ടയം എറണാകുളം റൂട്ടിൽ ആപ്പാഞ്ചിറ ഭാഗത്ത് വെള്ളക്കെട്ട്, റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിനെല്ലാം ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായിട്ടുള്ള വെള്ളം വരവുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്. മഴവെള്ളപ്പാച്ചിലുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. എല്ലാ മേഖലയിലും മഴ ഒരുപോലെ പെയ്യുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് അതിശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഈ ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല പ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. ടോബിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വീടുകളിലേക്ക് മഴവെള്ളം കയറി. നിരണം പഞ്ചായത്തിൽ 20ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി. വെള്ളക്കെട്ട് രൂക്ഷമാണ് റോഡുകളിലും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, പറയൂ. നിരണം പഞ്ചായത്തിലെ 11ാം വാർഡാണുള്ളത്. നമ്മുടെ വീട്ടിലെ അപ്പർ കുട്ടനാട്ടിൽ പല പ്രദേശങ്ങളിലും വീടുകളിൽ മഴവെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വാർത്തകൾ നൽകുകയാണ് അവിടെ നിന്ന്. ശ്രീജിത്ത്, തുടർന്നോളൂ. വീട്ടിൽ ആരൊക്കെ താമസം? ഞാനും എൻ്റെ മോനും കൊച്ചുമക്കളും. മോനാണെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, കാൽ രണ്ടും പൊട്ടി പെരക്കകത്ത് മുഴുവൻ വെള്ളമാണോ? പെരക്കകത്ത് മുഴുവൻ വെള്ളം. ഇതാണ് അവസ്ഥ എന്നാണ് സ്മിത പറയുന്നത്. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇത് ഏതാണ്ട് ഒരു 13ഓളം വീടുകളിൽ സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിൽ. നമുക്ക് ഇവിടുത്തെ പഞ്ചായത്ത് അംഗത്തോടക്കം ചോദിക്കേണ്ടതുണ്ട്. ലല്ലു ഇവിടുത്തെ പഞ്ചായത്ത് അംഗമാണ്. ലല്ലു, ഇതെന്താണ് ഒരു മാർഗം, ഇതിന് ശാശ്വത പരിഹാരം? എല്ലാ സമയവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറ് അതിർത്തി പ്രദേശമാണ്, ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നിരണം പഞ്ചായത്തിന് 11ാം വാർഡ്. 2 മഴ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. PWD-കാരെ വിളിച്ചില്ലേ? PWD-ക്കാർ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്താമെന്ന് പറഞ്ഞു. ഇന്നലെ എത്താമെന്ന് പറഞ്ഞപ്പോൾ മഴയായതിനാൽ ഡിപ്പാർട്ട്മെന്റ് വണ്ടി വാഹനം ഇല്ലാത്തതിനാൽ ഇന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വീടുകളുണ്ടല്ലോ, 20ഓളം വീടുകളാണ് വെള്ളത്തിനടി കിടക്കുന്നത്. തീർച്ചയായും ഇതാണ് പറയല്ലേ. ചേട്ടന്മാർക്കൊക്കെ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ പറ. ഈ പറയുന്ന 20 വീട്ടുകാരിൽ ഒരാളാണ് ഞാൻ. ഈ നിരണം പഞ്ചായത്തിന് മുൻ പ്രസിഡന്റാണ്. ഇവിടെ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കിഴക്കേപ്പറമ്പി തോടെന്ന് പറയുന്ന തോട് അടഞ്ഞു പോയതാണ് ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം. ഇതിന് പാടശേഖരക്കാരെന്ന് പറയുന്നവർ കൃഷി കഴിയുമ്പം എല്ലാ ബണ്ടും തോടും തുറക്കണമെന്നുണ്ട്. പക്ഷേ ഇത് തുറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തുറന്ന് കിട്ടാവുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിൻ്റെ ഈ വിഷയം പരിഹരിക്കപ്പെടും. ഈ വെള്ളത്തിന് മറ്റൊരു കുഴപ്പവും കൂടെ ഉണ്ട്.
സാംക്രമിക രോഗങ്ങൾ വരും. ആ സാംക്രമിക രോഗവും അതോടൊപ്പം തന്നെ ഈ വെള്ളം നിന്ന് പറ്റുകയാണ്. അതായത് നിന്ന് പറ്റി കഴിയുമ്പോഴത്തേന് അളിഞ്ഞ് നാശമായി മനുഷ്യ കാല് പോലും പുറത്തോട്ട് അങ്ങനെ രോഗങ്ങളടക്കം ആളുകൾക്കുണ്ട്. ചേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കൂടാതെ ഈ റോഡിന്റെ കുറുകെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ അടച്ചു വെച്ചിരിക്കുന്നത്. അത് തുറന്നു കെട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരമാകും. എത്ര കാലം ഇങ്ങനെ പറയാൻ തുടങ്ങി? ഇത് ഏകദേശം ഒരു 5-6 വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. 2017 പരാതി 18 പ്രളയം വന്നു. 2017 കളക്ടർക്ക് പരാതി കൊടുത്തതാണ്. പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 2018 പ്രളയവും വന്നു. ഇപ്പോൾ വളരെയധികം ദുരിതമാണ്. നടപടി ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ടല്ലോ. പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇതാണ് ആളുകൾക്ക് പറയാനുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ കാണാം സ്മിത. ഇത് ഒരു വീട് മാത്രമല്ല, ഇതൊരു വീട്ടിൽ ആളുകളടക്കം താമസമുള്ള വീടാണ്. അതിനേതാണ്ട് അവർ കട്ടിലൊക്കെ മുകളിലേക്ക് ഉയർത്തി വെച്ചാണ് അവർ കൃത്യമായ രീതിയിൽ അവിടെ താമസിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഏതാണ്ട് 20ഓളം വീടുകൾ ഉണ്ട്. ആ വാഹനമൊക്കെ കണ്ടില്ലേ, എങ്ങനെ മുങ്ങിയൊരു അവസ്ഥയിലാണ്. ഏതാണ്ട് മുട്ടറ്റം വെള്ളത്തിൽ നീന്തിയാണ് ആളുകൾ ഏതാണ്ട് അങ്ങോട്ട് കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ ആ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊച്ചിയിൽ കണ്ണമാലി സൗദി പള്ളിക്ക് സമീപം വള്ളം മുങ്ങിയെന്ന വാർത്ത വരുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇതെപ്പോഴാണ് സംഭവം? ആ കാണാതായ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞോ? പുരോഗമിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെ GH-ൽ നിന്ന് കരുവേലിപ്പടി ആശുപത്രിയിൽ നിന്ന് GH-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അല്പസമയം മുമ്പാണ് സംഭവിച്ചത് മനസ്സിലാക്കുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് ലംഘിച്ചുകൊണ്ടാണ് ഇവർ പോയത്. അത് പെട്ടെന്നുള്ള വെള്ളക്കയറ്റമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. കടുത്ത വെള്ളക്കെട്ട് കൊച്ചിയിലെമ്പാടും അനുഭവപ്പെടുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പൈപ്പ് ലൈൻ റോഡിലെ പ്രതിസന്ധിയാണ്. ലീലാവതി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതി ജസ്റ്റിസായുള്ള സിയാദ് റഹ്മാന്റെ വീട്ടിലും വെള്ളം കയറിയിരിക്കുന്നു. അങ്ങനെ നഗരം വെള്ളത്തിൽ ആകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ റിപ്പോർട്ട് തൃക്കാക്കരയിൽ ഒരു വലിയ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. മഴക്കെടുതികളും രൂക്ഷമാകുന്നു. പക്ഷേ ഇതുവരെ അല്ലെങ്കിൽ ആർക്കും ആളപായം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഒപ്പം തന്നെ മേരി മാതാ സ്കൂളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നു എന്നൊരു സൂചനയുണ്ട്. ഇന്ന് അവിടെ എന്തോ ഒരു ക്ലാസ് വെച്ചിരുന്നു. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നൊരു പ്രാഥമികമായ വിവരവും ലഭിക്കുന്നുണ്ട്. കടുത്ത വെള്ളക്കെട്ട് എല്ലായിടങ്ങളിലും രൂപപ്പെട്ടിരിക്കുന്നു. നഗരമേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പലയിടങ്ങളിലും വെള്ളം ഒഴുകിപ്പോകുന്നില്ല, കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഒരു അരമണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ്. അപ്പോഴും വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാര്യം. ഇൻഫോ പാർക്കിലും നിലവിൽ ആ വെള്ളത്തിന് കുറവില്ല. ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്, അത് ഇറങ്ങിപ്പോകുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇതിനിടയിൽ കൊച്ചിയിൽ ചെറിയ രീതിയിൽ മേഘവിസ്ഫോടനമുണ്ടായി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഒരുപക്ഷെ അതാകാം കൊച്ചിയിൽ ഇത്രയധികം മഴ ശക്തമാകാനുള്ള കാരണം. ഫോർട്ട് കൊച്ചിയിലും എറണാകുളത്ത് വിവിധ ജില്ലകളിലും റോഡുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം. കാരണം ശക്തമായ മഴ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ തുടരുകയാണ്. കോട്ടയത്തും ആലപ്പുഴയിലും അപ്പർ കുട്ടനാട്ടിലും പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്തതും റോഡിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഗതാഗത തടസ്സം നേരിടുന്നു. തിരുവനന്തപുരത്തും പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും മഴ ശക്തമാകുന്ന സാഹചര്യമാണ്. ഇന്ന് അതിരാവിലെ മുതൽ വലിയ മഴയാണ്. ശരിക്കും പറഞ്ഞാൽ കാലവർഷം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതിനു മുൻപേ തന്നെ മഴ ശക്തമാവുകയാണ് പലയിടങ്ങളിലും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.